തനിക്ക് താങ്ങാൻ കഴിയാത്ത പല കാര്യങ്ങളിലും മനുഷ്യൻ ഇടപെടുകയും തനിക്ക് ഉൾക്കൊള്ളാനോ തനിക്ക് വീട്ടുവാനോ സാധിക്കാത്ത അത്രയും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുന്നത്, അത്തരത്തിലുള്ള അവസ്ഥകൾ വളരെ വ്യാപകമാകുന്ന ഒരു കാലഘട്ടത്തിലും കൂടിയാണ് നാം ഉള്ളത്. ഒരുപാട് കടം വാങ്ങുന്ന അവസ്ഥ, വലിയ വലിയ ബിസിനസ്സുകൾ അതിൻ്റെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി അല്ലാതെ തുടങ്ങി വെച്ചുകൊണ്ട് കടക്കണിയിൽ അകപ്പെട്ട് വളരെ മനോവിഷമത്തോടുകൂടി നടക്കുന്ന എത്ര ആളുകളെ പ്രിയപ്പെട്ടവരെ നാമൊക്കെ കാണാറുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയേറെ പേടിച്ചൊരു കാര്യം മറ്റൊന്നില്ല എന്നുള്ളതാണ്. സാമ്പത്തിക മേഖലയിലുള്ള ക്രയവിക്രയങ്ങളും കടമിടപാടുകളുടെ അത്ര പേടിച്ചൊരു കാര്യം മറ്റൊന്നില്ല. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയായിരുന്നു പ്രിയപ്പെട്ടവരെ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി വൽ അജ്സി വൽ കസലി വൽ ബുഖ്ലി വൽ ജുബ്നി വളലഇദ് ദൈനി വഖഹരി റിജാൽ. ഇത് അല്ലെങ്കിൽ വഗലബതി റിജാൽ, രണ്ട് റിവായത്തുകളുമുണ്ട്. ഇത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രാർത്ഥിച്ചിരുന്നു. പടച്ചോനെ, മനക്ലേശത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, പിശുക്കിൽ നിന്ന്, ഭീരത്വത്തിൽ നിന്ന്, കടക്കണിയിൽ നിന്ന്, ജനങ്ങൾ എന്മേൽ ആധിപത്യം വെച്ച് പുലർത്തുന്നതിൽ നിന്ന് റബ്ബേ എന്നെ കാക്കണേ എന്ന് അള്ളാന്റെ റസൂല് ധാരാളം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. മാത്രമല്ല പ്രവാചകന്റെ നമസ്കാരങ്ങളിൽ പോലും പ്രിയപ്പെട്ടവരെ ഈ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്നുള്ളതാ. നോക്കിയേ നിങ്ങള്, ആ ഹദീസിൽ നമുക്ക് വളരെ വ്യക്തമായി കൊണ്ട് കാണാൻ കഴിയും. അള്ളാന്റെ റസൂല് ധാരാളം പ്രാർത്ഥിച്ചിരുന്നു എന്നാ. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം. അല്ലാഹുവേ, പാപത്തിൽ നിന്ന് എന്നെ മുക്തമാക്കണേ നാഥ. അതുപോലെ തന്നെ കടക്കണിയിൽ നിന്ന് റബ്ബേ എന്നെ രക്ഷപ്പെടുത്തണേ നാഥ. സഹാബത്ത് ചോദിക്കുകയാണ്, റസൂലേ, നിങ്ങൾ എന്തിനാണ് ഇത്ര കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഇന്നക തസ്തഈദു മിനൽ മഗ്റം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഇന്ന റജുല ഇദാ ഗരിമ ഇസ്തദാന ഹദ്ദസ ഫകദബ വഅദ ഫഅഖലഫ. ഒരു വ്യക്തി കടം വാങ്ങുകയാണെങ്കിൽ കടം വീട്ടാൻ സാധിക്കാത്തൊരവസ്ഥ വന്നാൽ അവൻ നുണ പറയും. ഹദ്ദസ ഫകദബ, അല്ലേ? ഞാൻ തരണമെന്നാണ് വിചാരിച്ചതായിരുന്നു, ഓൻ തരണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവൂല, അല്ലേ? ഞാൻ ഇന്നലെയും കൂടി എനിക്കത് മാറ്റി വെച്ചതാട്ടോ. പച്ചക്കള്ളം പറയുന്ന അവസ്ഥ. അത് അള്ളാന്റെ റസൂല് പ്രിയപ്പെട്ടവരെ വഹീന്റെ അടിസ്ഥാനത്തിൽ പറയാ. എന്നിട്ടോ നോക്കിയേ നിങ്ങള്, അവൻ പറയും ഇന്ന കൊല്ലം അല്ലെങ്കിൽ ഇന്ന മാസം ഇത്രാം തീയതി നിനക്ക് തരാം. പക്ഷെ അവന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ അത് കൊടുക്കണമെന്നൊരാഗ്രഹം ഉണ്ടാവൂല. ആ ഒരു ഗൗരവമേറിയ കാര്യത്തെ തൊട്ട് അള്ളാന്റെ റസൂല് അത്രയും പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സാമ്പത്തികമായി ഇടപെടുന്ന ഇടപെടലുകളിലൊക്കെ ഈ വിഷയം നല്ല ശ്രദ്ധ ഉണ്ടാവണം.